അയൽക്കാരി തങ്കമ്മയുടെ വിവാഹം നിശ്ചയിക്കപ്പെട്ടു. അവളും ദീനാമയും സമവയസ്യരായിരുന്നു. വിവാഹ ദിവസം തങ്കമ്മയെ വസ്ത്രാഭരണങ്ങൾ അണിയിച്ചത് ദീനാമയാണ്. ദീനാമ തങ്കമ്മയുടെ മുടി ഭംഗിയായി ചീകിക്കെട്ടി. മുടി കെട്ടുന്നതിൽ ദീനാമയ്ക്ക് പ്രത്യേക വൈദഗ്ധ്യമുണ്ട്. ഓരോ മുഖത്തിനും യോജിച്ച വിധത്തിലാണ് അവൾ മുടി കെട്ടുന്നത്. പിന്നെ തങ്കമ്മയെ വസ്ത്രങ്ങൾ ഉടുപ്പിച്ചു. അതിലും അവൾക്കൊരു പ്രത്യേകമായ വാസനയുണ്ട്. എല്ലാവരും ഉടുക്കുന്നത് പോലെ തന്നെ. പക്ഷേ ദീനാമയുടെ കൈകൊണ്ടാകുമ്പോൾ അതിന് പ്രത്യേകമായ ഒരു സൗന്ദര്യമുണ്ടാകും. ഏറ്റവും മിതമായി ആഭരണങ്ങൾ അണിയുവാൻ മാത്രമേ അവൾ അനുവദിച്ചുള്ളൂ. അങ്ങനെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ തങ്കമ്മ കണ്ണാടിയുടെ മുൻപിൽ ചെന്നു നിന്നു. "എനിക്ക് ഈ സൗന്ദര്യമെല്ലാം എവിടെ നിന്നുണ്ടായി ദീനാമേ? ഈ സൗന്ദര്യം നിനക്കുള്ളതാണ്. എല്ലാവർക്കുമുണ്ട് സൗന്ദര്യം. അതിനെ കണ്ടറിയുവാൻ എല്ലാവർക്കും കഴിയുന്നില്ലെന്ന് മാത്രം. ദീനാമയ്ക്കുമുണ്ടോ സൗന്ദര്യം?" അവൾ ഉദാസീനമായി ചോദിച്ചു. "ഉണ്ട്. എൻ്റെ മുഖം വിരൂപമാണെങ്കിലും ഞാൻ സുന്ദരിയാണ്." അവൾ ദൃഢസ്വരത്തിലാണ് അങ്ങനെ പറഞ്ഞത്. അവൾ അല്പസമയം മൗനമായി നിന്നു. അവളുടെ മുഖത്ത് ശോകാത്മകമായ മന്ദഹാസം സ്ഫുരിച്ചു. "പക്ഷേ എൻ്റെ സൗന്ദര്യം ആരും കണ്ടില്ലെന്ന് വരാം, ആരും അറിഞ്ഞില്ലെന്നും വരാം. അത് എന്നിൽ തന്നെ ഇരുന്ന് നശിച്ചു പോകുമായിരിക്കാം." അവൾ പറഞ്ഞതെന്താണെന്ന് തങ്കമ്മയ്ക്ക് മനസ്സിലായില്ല. വിവാഹം കഴിഞ്ഞ് വധൂവരന്മാർക്ക് മംഗളം ആശംസിച്ചിട്ട് അവൾ തിരിച്ചു പോന്നു. അവൾ അവളുടെ കട്ടിലിൽ ചെന്നു കിടന്നു. അതിമനോഹരമായ ഒരു ദിവാസ്വപ്നത്തിൽ അവൾ മുഴുകിപ്പോയി. അവളുടെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞു. വരൻ കോമളനും സൽസ്വഭാവിയും വിദ്വാനുമായ ഒരു യുവാവ്. അവളുടെ വീട് കമനീയമായി അലങ്കരിച്ചിരിക്കുന്നു. വാദ്യഘോഷങ്ങൾ ആരംഭിച്ചു. അവൾ ധൃതിയിൽ ഒരുങ്ങുകയാണ്. ഒരുക്കങ്ങൾ കഴിഞ്ഞ് അവൾ കണ്ണാടിയുടെ മുൻപിൽ ചെന്ന് നിന്നു. അവൾ സുന്ദരിയായിരിക്കുന്നു. "സുന്ദരിയോ?" അവൾ തന്നെത്താൻ ചോദിച്ചു. അവൾ ദിവാസ്വപ്നത്തിൽ നിന്നുണർന്നു. "ഞാൻ സുന്ദരിയായോ?" അവൾ സാറാമ്മയുടെ മുറിയിലേക്ക് ഓടി. കണ്ണാടിയെടുത്തു നോക്കി. ആ പതിഞ്ഞ മൂക്കും ഉന്തിയ പല്ലും കറുത്തു തടിച്ച ചുണ്ടുകളും. "ഇല്ല, അതിനുള്ള ഭാഗ്യം എനിക്കില്ല." അവൾ തന്നെത്താൻ പിറുപിറുത്തു. പിന്നെയും കൊല്ലം 1 കഴിഞ്ഞു. ദീനാമയ്ക്ക് വയസ്സ് 22ആയി. ഇളയപ്പൻ്റെ മകൾ അന്നക്കുട്ടി, അവളുടെയും വിവാഹം നടന്നു. ആ കല്യാണത്തിനും ദീനാമ്മ പോയിരുന്നു. "എൻ്റെ ജീവിതത്തിലും ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാകുമോ?" അവൾ തന്നെത്താൻ ചോദിച്ചു. 1 വർഷം കൂടി കഴിഞ്ഞു. സാറാമ്മയ്ക്ക് വിവാഹാലോചനകൾ പലതും ഉണ്ടായി. മൂത്തവൾ ഇരിക്കുമ്പോൾ ഇളയതിനെ അയക്കുന്നതെങ്ങനെ? അങ്ങനെ പറഞ്ഞ് അവളുടെ അച്ഛൻ വിവാഹം നടത്താതിരിക്കുകയാണ്. ദീനാമയെ വിവാഹം കഴിപ്പിക്കുവാൻ പല ശ്രമങ്ങളും നടന്നു. എല്ലാം വിഫലമായി. ദീനാമയ്ക്ക് വേണ്ടി സാറാമ്മ അവിവാഹിതയായി ഇരിക്കേണ്ടി വന്നു. അമ്മ ഒരു ദിവസം അച്ഛനോട് പറഞ്ഞു, "ഇങ്ങനെ വരുന്നതൊക്കെ ഉപേക്ഷിച്ചാൽ ഒക്കുമോ? ദീനയ്ക്ക് ആരെങ്കിലും ഉണ്ടാകുമ്പോൾ അയക്കാം. അവൾക്ക് വേണ്ടി ഇളയവൾ കഷ്ടപ്പെടുന്നതെന്തിനാ?" സാറാമ്മയ്ക്ക് ദീനാമയോട് വെറുപ്പ് വർദ്ധിച്ചു വന്നു. അവൾ ദീനാമയോട് സംസാരിക്കുക പോലും ചെയ്യാതെയായി. അവളുടെ സുഖത്തിന് പ്രതിബന്ധമായി നിൽക്കുന്ന ഒരു ശത്രുവായാണ് അവൾ ദീനാമയെ കരുതിയത്. ഒരു ദിവസം ദീനാമ ആയിടെ അവൾക്ക് കിട്ടിയ ഒരു ചിത്രത്തിൽ നോക്കിക്കൊണ്ട് അവളുടെ മുറിയിൽ ഇരിക്കുകയായിരുന്നു. ഒരു റോസാപ്പൂ പറിച്ചെടുക്കുവാൻ കൈനീട്ടുന്ന അതിസുന്ദരിയായ ഒരു യുവതി. അവൾ ആ റോസാപുഷ്പത്തിൻ്റെ ശോഭയിൽ മതിമറന്നു നിൽക്കുകയാണ്. പുഷ്പം പറിച്ചാൽ അതിന് വേദനയുണ്ടാകുമോ എന്ന ശങ്ക കൊണ്ടെന്ന പോലെ അവളുടെ കൈ പുഷ്പത്തെ തൊടുവാൻ മടിക്കുന്നു. അതാണ് ആ ചിത്രത്തിൻ്റെ സാരം. ചിത്രത്തിൻ്റെ താഴെ ആർട്ടിസ്റ്റ് CM തോമസ് എന്ന് എഴുതിയിരിക്കുന്നു. അങ്ങനെ ഒരു ചിത്രകാരനെ അവൾ അതിനു മുൻപ് കേട്ടിട്ടില്ല. ചിത്രത്തിൻ്റെ സൗന്ദര്യവും അതിൻ്റെ കവിതയും അവളെ ഹഠാത് ആകർഷിച്ചു. അടുത്ത മുറിയിൽ അച്ഛനും അമ്മയും കല്യാണക്കാര്യത്തെപ്പറ്റി എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് അവൾ ഇരിക്കുന്ന മുറിയിൽ അച്ഛൻ കയറി വന്നു. ചിത്രത്തിൽ നിന്ന് കണ്ണെടുക്കാതെ അവൾ എഴുന്നേറ്റു. അയാൾ കസേരയിൽ ഇരുന്നു. "ദീന." വാത്സല്യവും അതിലധികം അനുകമ്പയും ഇടകലർന്ന സ്വരത്തിലാണ് അയാൾ അങ്ങനെ വിളിച്ചത്. ദീനാമ്മ മുഖമുയർത്തി പിതാവിനെ നോക്കി. അയാൾ എന്തോ പറയുവാൻ ഭാവിച്ചു. അതിനെ സംയമനം ചെയ്തിട്ട് ഇങ്ങനെ ചോദിച്ചു, "ദീന, നീ ദിവസവും പ്രാർത്ഥിക്കാറുണ്ടോ?" "ഉണ്ട്." ഒരു ചെറിയ വട്ടമേശമേൽ വെച്ചിരുന്ന ക്രിസ്തുവിൻ്റെ പടത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൾ തുടർന്നു. "ആ പടത്തിൻ്റെ മുൻപിൽ ഞാൻ ദിവസവും പ്രാർത്ഥിക്കും. കർത്താവ് വാഴ്ത്തപ്പെടട്ടെ." ഊർധ്വദൃഷ്ടികളോടെ അയാൾ തുടർന്നു. "മോളെ, കർത്താവിൻ്റെ നിയമം നടക്കും. കർത്താവിൻ്റെ കാരുണ്യം നമ്മെ രക്ഷിക്കും. കർത്താവിൻ്റെ രാജ്യം വരും." ദീനാമ്മ നമ്രമുഖിയായി. അയാൾ തുടർന്നു, "ഈ കണ്ടതൊന്നും കാര്യമല്ല മോളെ. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മളെല്ലാം കണക്ക് പറയണം. അതിനൊരുങ്ങിക്കോ."
അച്ഛനോ അമ്മയോ സന്താനങ്ങളോ ഭാര്യയോ ഭർത്താവോ അന്ന് സഹായിക്കാൻ വരത്തില്ല. നമ്മുടെ പാപങ്ങൾക്കെല്ലാം നമ്മൾ തന്നെ ഉത്തരം പറയണം. അയാൾ ഇടതുകൈയാൽ ശിരസ്സു താങ്ങിക്കൊണ്ട് മൗനമായിരുന്നു. പുത്രിയെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അയാൾ വീണ്ടും പറഞ്ഞു, ദീന, നീ പാപം ചെയ്യുവാൻ പിറന്നവളല്ല. വിശുദ്ധ മറിയത്തെപ്പോലെ എൻ്റെ മോൾ എന്നും പരിശുദ്ധയായിരിക്കണം. കന്യാമഠമാണ് എൻ്റെ കുഞ്ഞിന് ചേർന്ന സ്ഥലം. അയാൾ അറിയാതെ അയാളിൽ നിന്ന് ഒരു നെടുവീർപ്പുണ്ടായി. ദീനാമ്മയുടെ ശോകാത്മകമായ ഒരു മന്ദഹാസം അവളുടെ മുഖത്ത് പ്രത്യക്ഷപ്പെട്ടു. അപ്പച്ച, എനിക്കതിന് യോഗ്യതയില്ല, എനിക്ക് അതിനുള്ള പരിശുദ്ധിയില്ല. അവൾ നമ്രമുഖിയായി. ആ മന്ദഹാസം മാഞ്ഞുപോയി. ശോകം മാത്രം അവശേഷിച്ചു. ഞാനെന്നും കന്യകയായിരുന്നു കൊള്ളാം. കന്യാമഠത്തിലല്ല, അതിനു പുറത്ത് വിശാലവും സുന്ദരവുമായ ലോകത്തിൽ ഞാൻ എന്നും കന്യകയായി കഴിഞ്ഞുകൊള്ളാം. അവൾ അല്പസമയം മൗനമായി നിന്നു. അവളുടെ മുഖത്ത് ശോകവും മാഞ്ഞുപോയി. അവൾ പ്രചോദനം കൊണ്ടതുപോലെ കാണപ്പെട്ടു. പകുതി അടഞ്ഞ ആ കണ്ണുകൾ വികസിച്ചു. നാസികയുടെ അഗ്രം ഉയർന്നു. അവളിൽ നിന്ന് വാക്കുകൾ പ്രവഹിച്ചു തുടങ്ങി. ഈ കാണുന്നതൊന്നും കാര്യമല്ലായിരിക്കാം, പക്ഷേ അതിലെല്ലാം സൗന്ദര്യമുണ്ട്, അതിലെല്ലാം ജീവിതമുണ്ട്. ഞാൻ സൗന്ദര്യത്തിൻ്റെ ആരാധികയാണ്.